ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ പല രീതിയിലും പല ടേസ്റ്റിലും ചിക്കൻ സൂപ്പൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ചില റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ചിക്കൻ സൂപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം കൊണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 4-5 വെളുത്തുള്ളി അലിയും കൂടി. വലിയ വെളുത്തുള്ളി അലിയാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിന് എടുക്കാം. കൂടെ തന്നെ അതുപോലെ വേണ്ട കാര്യമാണ്, ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്, ഇതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ ചേർത്തേക്കണം. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി, മുഴുവൻ കുരുമുളക്, അതും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ഇതുപോലുള്ള ചിക്കൻ പീസും കൂടി. ബോൺലെസ് ചിക്കൻ പീസ് വേണം എടുക്കാനായിട്ട്, എല്ലില്ലാത്ത കഷ്ണങ്ങൾ. ഞാനിപ്പോൾ ഒരു 150 ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലുള്ള പീസാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പിന്നീട് നമുക്കത് മാറ്റാവുന്നതാണ്. ചിക്കൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ചിക്കൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു 4 പീസ്. കൂടെ തന്നെ ഈ ഒരു സമയം നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കാരണം ഈ ചിക്കൻ സ്റ്റോക്ക് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ചിക്കൻ പീസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, വെള്ളം മാറ്റിയൊന്ന് വെക്കണം. എന്നിട്ട് ഈ ചിക്കൻ എല്ലാം നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ കുട്ടി കുട്ടി പീസാക്കിയിട്ട് നമുക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കൈവച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഷ്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ എല്ലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുത്ത ആ സവാളയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളി അല്ലിയൊന്നും നമുക്ക് പിന്നീട് ആവശ്യമായിട്ടില്ല, അതിൻ്റെ സ്റ്റോക്ക് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അത് ഞാൻ ഒന്ന് അരിച്ച് വേറൊരു ബൗളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 പീസ് അളവിൽ ക്യാരറ്റും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീൻസാണ്. ഈ ഒരു അളവിലാണ് ബീൻസ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സൂപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാടിട്ട് വഴറ്റിയിട്ട് നല്ലതുപോലെ അങ്ങനെ വെന്ത് കുഴയണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ട് വേണം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം അതിലുണ്ടാകാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ്, നമ്മളിതാ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് വറ്റി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും.
ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയേക്കണം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചില്ലി സോസും കൂടി. ഇതുപോലെ റെഡ് ചില്ലി സോസിന് പകരം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ റെസ്റ്റോറൻറ്റ് അതേ ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സോസൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് സോയ സോസും കൂടി. 1 ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. സോയ സോസ് വന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മുടെ ഈ ചിക്കൻ സൂപ്പിന് ചെറിയൊരു പുളിപ്പുണ്ടാകാറുണ്ട്. ആ പുളിപ്പിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി. അപ്പോൾ ഈ കുരുമുളക് പൊടി ഈ ഒരു സമയം 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ സ്റ്റോക്കിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മതിയാവും. ഇനി ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഷ്രെഡും കൂടി ചേർക്കാം. ഈ ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അത്രയും സമയം കൊണ്ട് ഈ മസാല കൂട്ടെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ട്. ഈ ഒരു സമയം നമ്മുടെ ഇതിലുള്ള സ്റ്റോക്കെല്ലാം ഇതുപോലെ വെള്ളം പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർക്കാം. നല്ല കട്ടിക്ക് നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്യരുത്, എങ്കിൽ പിന്നെ അതങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ല കട്ടിയായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ സൂപ്പിൻ്റെ അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. വീണ്ടും കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറാണ്. ഇനി പിന്നീട് നമുക്കിനി കോൺഫ്ലോറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ള മാത്രമാണ്, മഞ്ഞ ചേർക്കരുത്. ചെറുതായിട്ട് ഇതിന് മുകളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുട്ട ഒന്ന് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ചൂടായതിൻ്റെ പേരിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതിയാവും. ഞാനിപ്പോൾ മുട്ടയുടെ വെള്ള ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മണം ചിലപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ഞാൻ മുട്ടയുടെ വെള്ള ചേർക്കാത്തത്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അത് ചേർത്തിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഫൈനലി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞതും കൂടി ചേർക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. സൂപ്പ് എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഉറപ്പായിട്ടും ചിക്കൻ സൂപ്പ് ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.